പ്രയാസം ഏറും നേരത്തും ദുഃഖിതനായി ഞാൻ തീരും നേരത്തും മനമറിയും പരമനാഥൻ അരികിലുണ്ട്, പതറുകില്ല. മനമറിയും പരമനാഥൻ അരികിലുണ്ട്, പതറുകില്ല. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 5-ാം സങ്കീർത്തനം 10-ാം വാക്യം. ദൈവമേ, അവരെ കുറ്റം വിധിക്കണമേ, ഞങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ. അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ. നിന്നോടല്ലോ അവർ മത്സരിക്കുന്നത്. ദുഷ്ടന്മാർ ദാവീദിനെതിരായി മാത്രമല്ല, ദൈവത്തിനെതിരായിട്ടാണ് മത്സരിക്കുന്നത്. അവർ ധാർഷ്ട്യമുള്ളവരും ദൈവിക പ്രബോധനങ്ങളെ ഉൾക്കൊള്ളുവാൻ വിസമ്മതിക്കുന്നവരുമാണ്. സ്വന്തം ആലോചനകളിൽ നടക്കുന്നു എന്നതുകൊണ്ട് അവരുടെ വീഴ്ച അവരിൽ തന്നെയുണ്ട്. ദുഷ്ടന്മാരുടെ നാശം ഭയാനകമായിരിക്കും. ഫലമില്ലാതെ സ്ഥലത്തെ നിഷ്ഫലമാക്കി കളയുന്ന അത്തിവൃക്ഷത്തെ വെട്ടിക്കളയുവാൻ യജമാനൻ തോട്ടക്കാരനോട് ആവശ്യപ്പെടുന്നത് പോലെ തനിക്കെതിരെയും ദൈവത്തിനെതിരെയും മത്സരിക്കുന്ന ദുഷ്ടന്മാരെ ദൈവിക ന്യായവിധിക്ക് വിധേയമാക്കണമെന്നാണ് ദാവീദ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, നമുക്കെതിരെ ദൈവിക ന്യായവിധി എത്താതിരിക്കുവാൻ നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങൾ ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവരായി നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവെ, ദൈവിക ന്യായവിധിയിലേക്ക് എത്തപ്പെടാതെ ജീവിതത്തെ സൂക്ഷ്മതയോടെ കാണുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.